ഒരു അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയെപ്പോലെ ഇന്ത്യയിലെ ഒരു പൗരനെ അല്ലെങ്കിൽ പൗരന്മാരെ കയ്യാമം വെച്ച് അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഇന്ത്യൻ മണ്ണിൽ കൊണ്ടിറക്കിയത് ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്തുടർന്നു വരുന്ന സൊവേറിറ്റി, പരമാധികാരം എന്നുള്ളതിനുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇത് തീർച്ചയായും ഗൗരവമേറിയ വിഷയമാണ്, നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എങ്ങനെയായിരുന്നു ഈ വയലേഷൻ എന്നുള്ളത്? ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഒരു വയലേഷനാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഡങ്കി റൂട്ട് എന്നാണ് പഞ്ചാബിൽ ഈ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഇല്ലീഗലായിട്ട് കുടിയേറുന്ന ആളുകൾ പോകുന്ന റൂട്ടിനെ പറയുന്നത്. മലയാള സിനിമയില്ലേ നമുക്കുണ്ട്, CA ഫ്രം CA അല്ലേ, ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമ. അതിൽ ആ റൂട്ട് കാണിക്കുന്നു. ഈ 104 പേരിൽ ഒരു യാത്രക്കാരി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്നും അവിടെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നും. അതിൽ തന്നെ ആ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എത്രത്തോളമുണ്ട്, മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ വയലേഷൻ. ഓർമ്മിക്കണം, ലോകത്തെ മനുഷ്യാവകാശത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് നമ്മൾ കരുതുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഴുതിയ എലനോർ റൂസ്വെൽറ്റിൻ്റെ രാജ്യമാണ് ഇന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് അവരുടെ മിലിറ്ററി ഫ്ലൈറ്റിൽ, പ്രതിരോധ വിമാനത്തിൽ കയറ്റി അയക്കുന്നത്. ഇന്ന് ലവ്പ്രീത് കൗർ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് ഈ തിരിച്ചയക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വനിത കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരും അവരുടെ 10 വയസ്സുള്ള മകനും പഞ്ചാബിൽ നിന്ന് 1 കോടി രൂപ ഏജൻറ്റുമാർക്ക് കൊടുത്താണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഈ ഡങ്കി റൂട്ട് വഴി. എങ്ങനെയാണ് ഡങ്കി റൂട്ട്? അവർ അമൃത്സറിൽ നിന്ന് ഡൽഹിയിൽ പോകുന്നു, ഡൽഹിയിൽ നിന്ന് പിന്നെ കൊളംബിയയിലേക്ക് പോകുന്നു, കൊളംബിയയിൽ നിന്ന് അവിടെ 2 ആഴ്ച താമസിച്ചതിന് ശേഷം എൽ സാൽവദോറിലേക്ക് പോകുന്നു, എൽ സാൽവദോറിൽ പോയതിനു ശേഷം അവിടെ മണിക്കൂറുകൾ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും പിന്നീട് ഗ്വാട്ടിമാലയിലേക്ക് പോകുന്നു, അവിടെയും 2-3 ദിവസം താമസിക്കുന്നു. അതിനുശേഷം പിന്നീട് മെക്സിക്കോയിലേക്ക് പോകുന്നു. മെക്സിക്കോ ബോർഡറിലെത്തി 3 മണിക്കൂർ കാറിലല്ലാതെ കാൽനട യാത്രയായി കുട്ടിയെയും കൊണ്ട് വനത്തിനുള്ളിലൂടെയും മോശം ടെറയിലൂടെയും സഞ്ചരിച്ച് അതിർത്തി കടന്ന് US-ലെത്തുന്നു. US-ലെത്തുന്ന സമയത്ത് US-ൻ്റെ പിടിയിലാവുന്നു. പിടിയിലായിക്കഴിഞ്ഞ് ഇവരെ വളരെ ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. സ്ത്രീകളെ അടക്കം തടവിൽ വയ്ക്കുന്ന സമയത്ത് കയ്യാമം വെച്ചാണ് ഇട്ടിരുന്നത്. കുട്ടികളെ മാത്രമാണ് സ്വതന്ത്രരായി നടക്കാൻ അനുവദിച്ചിരുന്നത് എന്നാണ്. അതിനുശേഷം അവരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുത്ത വിമാനം C-17. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിനൊരു രീതി ഉണ്ടായിരുന്നേ. അമേരിക്കയിൽ ആരാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻസിനെ കണ്ടെത്തുന്നത്? ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടെത്താൻ അമേരിക്കയിൽ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് ICE എന്നാണ്, ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്. ഈ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഈ ഡിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിലാണ് അയക്കുന്നത്. ആ കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ യഥാർത്ഥ പാസഞ്ചർ എന്ന നിലയിൽ അവരെ ട്രീറ്റ് ചെയ്ത് അയക്കുന്നു. പക്ഷേ ഇത്തവണ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് എത്തി ജനുവരി 24-ാം തീയതി ഡിപ്പോർട്ടേഷൻ ത്രൂ ഡിഫൻസ് ഫ്ലൈറ്റ് എന്ന് പറയുകയാണ്. ഞാനൊരു കണക്ക് പരിശോധിച്ചു, ഉണ്ണി ബാലകൃഷ്ണൻ, ഞെട്ടിപ്പിക്കുന്നതാണ് കണക്ക്. അമേരിക്കയ്ക്ക് എന്ത് നഷ്ടമാണെന്നറിയാമോ ഇത്? കാരണം ഈ ICE സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ഒരു വിദേശ പൗരനെ, അനധികൃത കുടിയേറ്റക്കാരനെ ഒരാളെ ഗ്വാട്ടിമാലയിലേക്ക് എത്തിക്കാൻ, തൊട്ടടുത്തുള്ള ഗ്വാട്ടിമാലയിലേക്ക് എത്തിക്കാൻ $883 വേണ്ടി വരുന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിൽ ഒരു യാത്രക്കാരന്. എന്നാൽ ഗ്വാട്ടിമാലയിലേക്ക് ഒരേ പാസഞ്ചറിനെ അതേ സ്ഥലത്തേക്ക് ഈ US പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചിലവാകുന്നത് $4,625. 5 മടങ്ങ് ചിലവ് അധികം കൊടുത്ത് US-ന്റെ ഈ പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ യുക്തി എന്തായിരിക്കും? ആ യുക്തിയാണ് ഇതിന്റെ politics. ശരിക്കും പറഞ്ഞാൽ ചില്ലിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ്. ആ ചില്ലിംഗ് എഫക്റ്റ് എന്നുള്ളത് ഒരേ സമയം രാജ്യത്തിന് പുറത്ത്, തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലേ ഉള്ളൂ കേട്ടോ, എല്ലാ രാജ്യങ്ങളിലേക്കും പോയിട്ടില്ല. ഹോണ്ടുറാസിന്റെ പ്രത്യേകത എന്താ? ഹോണ്ടുറാസ് ഒരു ഇടതുപക്ഷ രാജ്യമാണ്. ഇപ്പോൾ അവിടെ ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. ചിലി, ഇപ്പോൾ പെറു, അവിടെ പിങ്ക് ടൈഡിന്റെ ഭാഗമായിട്ട് വന്നൊരു രാജ്യമാണ്. കൊളംബിയ മറ്റൊരു രാജ്യം, അതേപോലെ ഇക്വഡോർ മറ്റൊരു രാജ്യം. ഈ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും, ഹോണ്ടുറാസ് ആണെങ്കിലും ഇക്വഡോർ ആണെങ്കിലും പെറു ആണെങ്കിലും ഗ്വാട്ടിമാലയാണെങ്കിലും ഈ രാജ്യങ്ങൾക്കെല്ലാം, കൊളംബിയ ആണെങ്കിലും ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനുള്ള ഭരണാധികാരികൾ ഇരിക്കുന്ന സ്റ്റേറ്റ് കൂടിയാണ്. അവിടെയാണ് പ്രതിരോധ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നത്. പല കാലഘട്ടങ്ങളിലും പ്രതിരോധ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്ന ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് ഇന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് കൊളംബിയൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. എന്താണ് കൊളംബിയൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ്? കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്, ഒരു ക്രിമിനൽ എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു പൗരനെയും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഒരാളെയും ഇവിടെ ബൊഗോട്ടയിൽ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കൊളംബിയൻ പ്രസിഡന്റ് തൻ്റെ അടുത്തോടെ പറയുന്നു. പക്ഷേ അപ്പോൾ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം ചെയ്തു. 25% നികുതി തീരുവ കൊണ്ട് തിരിച്ചടിക്കുക മാത്രമല്ല, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ 50% തീരുവ ഉയർത്തുമെന്ന് ഭീഷണി ഉയർത്തുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഗുസ്താവോ പെട്രോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് പിന്നീട് അതിനെ കൺസീഡ് ചെയ്യുന്നു, അവസാന നിമിഷം കൺസീഡ് ചെയ്യുന്നു.
പക്ഷേ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഗുസ്താവോ പെട്രോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ മൈഗ്രന്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ദ ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ്. ഇങ്ങനെ ഒരു വാചകം നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, ദില്ലിയിൽ നിന്ന്, വിദേശകാര്യമന്ത്രിയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജായി പോയിരുന്നെങ്കിൽ എന്തിനേറെ നമ്മുടെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ ജയശങ്കർ ഇങ്ങനൊരു വാചകം, എ മൈഗ്രന്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത ആഴ്ച പോവാണ്. അതാണ് വിധേയത്വം. അവിടെയാണ് അടുത്ത ആഴ്ച പ്രധാനമന്ത്രി പോവല്ലേ, അവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇത്രയും നാണം കെട്ട ട്രീറ്റ്മെന്റിന് വിധേയമായി കഴിഞ്ഞ അമേരിക്കയുടെ മുൻപിൽ പോയി എന്ത് പറയാൻ പോകുന്നത്? ഞാനൊരു ചരിത്രം കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കാം. 1971 റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് ഹെൻറി കിസിഞ്ചർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. അന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു, പാകിസ്ഥാനെ പിളർത്താൻ പോകുന്ന സമയത്ത് റിച്ചാർഡ് നിക്സൺ ഒരു ഭീഷണി ഉയർത്തി. എന്താണെന്നറിയാമോ? 7th ഫ്ലീറ്റിനെ ഇന്ത്യൻ ഓഷനിലേക്ക് അയക്കാൻ പോവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് 7ാം നാവികപ്പടയെ അയക്കുമെന്ന് റിച്ചാർഡ് നിക്സൺ ഹെൻറി കിസിഞ്ചറിന്റെ ദൂതനായിട്ട് അയച്ചു. ഹെൻറി കിസിഞ്ചറിനെ ഇന്ദിരാഗാന്ധി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, 7ാം കപ്പൽപ്പട വന്നാൽ അമേരിക്കയുടെ കപ്പൽപ്പട ഈ ഇന്ത്യൻ ഓഷൻ കൂടി കടന്നു പോകുന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഉണ്ട്. ആ ഇന്ദിരാഗാന്ധി ഭരിച്ച രാജ്യത്താണ് ഇന്ന് ഒരു അമേരിക്കയുടെ പ്രതിരോധ വിമാനം C-17 എന്ന പ്രതിരോധ വിമാനം ഇന്ത്യയിലെ പൗരന്മാരെ കയ്യാമം വെച്ച് കാലിൽ കൂച്ചുവിലങ്ങിട്ട് ടോയ്ലറ്റിൽ പോലും പോകാൻ അനുവദിക്കാതെ അതിക്രൂരമായി നിന്ദ്യമാം വിധം മനുഷ്യാവകാശ ലംഘനം നടത്തി അമൃത്സറിലേക്ക് എത്തിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, സ്ത്രീകളെയും കുട്ടികളെയും കയ്യാമം വെച്ചില്ലല്ലോ എന്ന് പറയുന്നത് അത്യന്തം ഗതികേടാണ്, അത് നാണക്കേടാണ്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല, ഈ സോവറിറ്റി എന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ കുതിര കയറാനുള്ള രാഷ്ട്രത്തിന്റെ അവകാശമല്ല. അത് പകരം രാജ്യത്തിനുള്ളിലും പുറത്തും ഇന്ത്യൻ പൗരന്മാർക്ക് പുറത്തുള്ള ഇന്ത്യൻ ജനതയോടുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ആ പൗരന്മാരെ സംരക്ഷിക്കാനാണല്ലേ നമ്മുടെ എംബസികൾ. അവിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അത് ട്രീറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും സൗഹൃദത്തിലുള്ളൊരു രാജ്യത്ത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട കുടിയേറ്റക്കാരെ എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചയക്കുന്നില്ല? ഏതെങ്കിലും ഒരു ഡിഫൻസ് വിമാനം യൂറോപ്യൻ യൂണിയനിലേക്ക് പോയി കാലുകുത്തുവോ? ഏതെങ്കിലും ബ്രിട്ടനിൽ പോയി കാലുകുത്തുവോ? ഫ്രാൻസിൽ പോയി കാലുകുത്തുവോ? ഇന്ത്യയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു ക്ലിയർ മെസ്സേജാണ്. ആ മെസ്സേജിന് നമ്മൾ കീഴടങ്ങുന്നു എന്നുള്ളത് അത്യന്തം ഗതികേടുമാണ്. നോക്കൂ, നേരത്തെ ഒരു കണക്ക് ഇവിടെ പറഞ്ഞു, 7.5 ലക്ഷമാണ് ഇന്ത്യൻ അനധികൃത 7.25 lakhs. മൊത്തം 27 ലക്ഷമാണ് ഇന്ത്യയിലെ അവിടുത്തെ ഡിയാസ്പോറ എന്ന് പറയുന്നത് അമേരിക്കൻ മണ്ണിൽ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മെക്സിക്കോയിൽ നിന്നാണ്. 40 ലക്ഷത്തോളം അനധികൃത പ്യൂർ റിസർച്ച് പറയുന്നത് 7.25 ലക്ഷം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും അധികം ആളുകളെ മിലിറ്ററി വിമാനത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു രാഷ്ട്രത്തിന്റെ പൗരന്മാരുടെ മനുഷ്യാവകാശ ലംഘനമാണ്. ഈ C-17 വിമാനത്തിന് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്, ഈ വിമാനത്തിന് മറ്റ് വിമാനങ്ങളെക്കാൾ കൂടുതൽ കൂളിംഗ് ആയിരിക്കും. ഡിഫൻസ് വിമാനങ്ങൾക്ക് 40 മണിക്കൂറാണ്. എവിടെ പോയത്? ജർമ്മനി പോയി റീഫ്യൂവൽ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ ഇവിടെ സാധാരണ പാസഞ്ചർ വിമാനം എങ്ങനെയാണ് ഇപ്പം സിംഗിൾ റൂട്ടൊക്കെ പോകുന്നത്? 13 മണിക്കൂർ കൊണ്ടും 14 മണിക്കൂർ കൊണ്ടും അമേരിക്കയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ടെക്സസിലേക്കാണെങ്കിൽ 17 മണിക്കൂർ മതി നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ. ഇവിടെ 40 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നത് പല റീഫ്യൂവൽ സ്റ്റേഷൻ യൂറോപ്പിലടക്കം. ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഡൽഹിയിൽ 14 മണിക്കൂർ. നമുക്കൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇല്ലേ? ആ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അയച്ചിരുന്നെങ്കിൽ ഈ 104 പേരെ എത്ര ഡിഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാമായിരുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ ഇല്ല. അത് ടാറ്റയുടെ കയ്യിലാണെങ്കിൽ പോലും ഇത് നമുക്ക് അയക്കാമായിരുന്നില്ലേ? എന്തിന് കൊളംബിയ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകം പറയാമായിരുന്നില്ലേ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? മോദിയുടെ കാലത്താണ് ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ US-ന്റെ യുദ്ധക്കപ്പൽ പ്രവേശിച്ചത് മോദിയുടെ കാലത്താണ്. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് മനുഷ്യാവകാശം എന്നുള്ളത് വിഷയമല്ല. മനുഷ്യാവകാശം എന്നുള്ളത് അനാവശ്യമായ കാര്യമാണ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയത് അവിടെയാണ്. നോക്കൂ, ഒരേ രാജ്യം മനുഷ്യാവകാശത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാട്. ഞാനത് പറഞ്ഞു, എലനോർ റൂസ്വെൽറ്റ് ലോകത്തിന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രമാണം എഴുതിയ വനിതയാണ് എലനോർ റൂസ്വെൽറ്റ്. UDH യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതേ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് നേരെ ടേൺ ചെയ്യുന്നത്. അത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഹനിക്കുന്നു എന്ന് പറയുന്നത് ചെറുതല്ല. സാധാരണ പറയാറുണ്ട്, ലാറ്റിൻ അമേരിക്കയിലൊക്കെ അമേരിക്കയ്ക്ക് മൂക്ക് ചീറ്റുമ്പോൾ ലാറ്റിൻ അമേരിക്കയ്ക്ക് പനി പിടിക്കും എന്നൊരു പ്രയോഗമുണ്ട്. വെൻ US sneeze ലാറ്റിൻ അമേരിക്ക ഗെറ്റ്സ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് അവിടെ ചീറ്റും
തെറ്റുമ്പോൾ ഇന്ത്യ പനിക്കിടക്കയിൽ വിറച്ചിരിക്കുന്നു എന്ന നിലപാടിലേക്ക് മാറരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഇന്ത്യൻ പൗരന്റെ അന്തസ്സിനെ കെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും ശരിയായിരുന്നില്ല. ആ അർത്ഥത്തിൽ നയതന്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സ്റ്റേറ്റിന് കൂടുതൽ കഴിയണമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചു എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് നയതന്ത്രപരമായി വിദേശകാര്യ മന്ത്രി ആ അർത്ഥത്തിലാണ് ഇന്ന് പാർലമെന്റിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യാവകാശ ലംഘനം, ഇന്ത്യ എന്ന രാജ്യത്തിന് പരമാധികാരത്തിന്റെ ലംഘനം, വിദേശകാര്യ ബന്ധങ്ങളിൽ നയതന്ത്ര ബന്ധം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ ദുർബലമായൊരു രാജ്യം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നു, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെടാൻ ഇടയാക്കി എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. Meet the editors.